ഗൈസ് ഏവർക്കും നമസ്കാരം. അഭിജിത്ത് ടെക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മച്ചന്മാരെ ഗൈസ്, കേരളത്തിലെ ജനപ്രിയ നായകനായ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ ഗൈസ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് പുറത്തുവിട്ട ഒരു പോസ്റ്ററായിരുന്നു ഗൈസ് ഈ പോസ്റ്റർ. അപ്പം മച്ചന്മാരെ, ഈ ഒരു മൂവി ബബ്ബ എന്ന ഈ ഒരു മൂവിയുടെ ഒരു മോഷൻ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഗൈസ് നേരെ വീഡിയോയിലേക്ക് മച്ചന്മാരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Guys, ഭയം ഭക്തി ബഹുമാനം ഭയം ഭക്തി ഭക്തി Wow, guys, ഞാൻ എന്താ പറയണ്ടത് ഗൈസ്, വിചാരിച്ചില്ല ഞാൻ ഇത് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. ഇത് ഇറങ്ങിയ ഉടമ്പം തന്നെ മീൻസ് അപ്പം തന്നെ ഞാൻ ചെയ്യായിരുന്നു. എനിക്ക് കുറച്ച് ഡിലേ വന്നു, ഞാൻ വേറെ കാര്യങ്ങളും തിരക്കിലായി പെറ്റുപോയി. എനിവേ അയ്യോ ഗൈസ്, ഒരു രക്ഷയില്ല, ഞാൻ ഇത് മിസ് ചെയ്ത് പോയി. എനിവേ കണ്ടപ്പോൾ ഗൈസ് ഇപ്പോഴാണ് ശരിക്കും സമാധാനമായത്. സീന് സാധനം ദിലീപേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മീൻസ് ഈ ജനറേഷനിൽ കിട്ടുന്ന അല്ലെങ്കിൽ ജനറേഷനെ പിള്ളേർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു അല്ലെങ്കിൽ മാസ് മസാല ആ രീതിയിൽ പോലത്തെ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടി എങ്ങനത്തെ ആപ്റ്റാണോ പിള്ളേർക്ക് കൊടുക്കുന്നത് അതുപോലത്തെ ഒരു മാസ് മസാല സാധനം ഗൈസ്. ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ ഗൈസ്, വേൾഡ് ഓഫ് മാജിനസ്. ഒരു രക്ഷയില്ല ഗൈസ്. ഇതിൻ്റെ കാസ്റ്റ് ഗൈസ്, വിനീത് ശ്രീനിവാസൻ, അതും ദിലീപേട്ടനോടൊപ്പം, അതുപോലെ തന്നെ ജാൻ ശ്രീനിവാസനും ഉണ്ട്. ഇവർ 3 പേരും ഒന്നിക്കുന്ന മൂവിയാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുലം മൂവീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൈസ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഗൈസ് ആഷിം സഫറും ഇതുപോലെ തന്നെ നൂറിൻ ഷെയ്ഫീഖുമാണ് ഗൈസ്. ഇതിൻ്റെ ഭാര്യയും ഭർത്താവുമാണ് രണ്ടുപേരും. അപ്പോൾ ഗൈസ് അവരിൽ നിന്നുള്ള ഒരു ഫസ്റ്റത്തെ പ്രൊജക്റ്റാണ് ദിലീപേട്ടനിലേക്ക് ഗൈസ്. ദിലീപേട്ടൻ നായകനായിരുന്ന ഈ ഒരു മൂവി ഗൈസ്, ഇതിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്, ഇഷ്ടം പോലെ കാസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ ഇതിൻ്റെ മീൻസ് എന്താ പറയുക, ഏകദേശം പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഈ ബബ്ബ എന്ന മൂവീൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പേജിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കാസ്റ്റ് വന്നിട്ടുണ്ട്. അവർ ഓരോ ദിവസം ഓരോരോ അപ്ഡേറ്റ് തരുന്നുണ്ട്. മച്ചന്മാർ ഇതിലൊരു ഡയലോഗ് പറയുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ. വിനീതേട്ടൻ ഇതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, നിൻ്റെ പഴയ പരിപാടിയായിട്ട് ഇറങ്ങുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ നിനക്കറിയില്ല എന്ന്. അതുപോലെ തന്നെ ദിലീപേട്ടൻ പറയുന്നത് ഒരു ഡയലോഗാണ്. അതാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ സാർ ഇതിൽ പുതിയതല്ലേ, മീൻസ് മാസിൽ കോമഡിയിൽ പുതിയതല്ലേ ഗൈസ്, പഴയതും പുതിയതുമായിട്ട് നമുക്കൊരു കൈയും കൂടി നോക്കിയാലോ. അതാണ് മീൻസ് പഴയ ആ ഒരു ദിലീപേട്ടൻ്റെ എങ്ങനെയാണോ ആ രീതിയിൽ നിർത്തിയത്, എവിടെ നിർത്തിയാണോ അവിടെ തന്നെ ഒന്ന് തുടങ്ങാൻ ആയിട്ട് ഒരു ഡയലോഗാണ്. മീൻസ് പഴയതും പുതിയത്, ഇപ്പോഴത്തെ ജനറേഷനും പഴയതും ഒക്കെ കൂടി ആയിട്ട് രണ്ടും കൂടി ആയിട്ട് ഒന്ന് നോക്കിയാലോ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഗൈസ്, സീന് സാധനം ഗൈസ്. ഇത് കലക്കും. ഇതെന്തായാലും ദിലീപേട്ടൻ്റെ 100 കോടി ക്ലബിൽ കയറുന്ന ഒരു സിനിമയായിരിക്കും. പൊന്നു മോനെ, ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഷാം റഹ്മാനാണ്. എനിവേ ബീജിയം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം സീന് സാധനമായിരിക്കും. എനിവേ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് ആയി കാത്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് സീന് സാധനം ഗൈസ്, ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഒരു രക്ഷയില്ല ഗൈസ്. പറയാം ഗൈസ്, ഒരു റോളക്സ് ഐറ്റം തന്നെ മതി പ്രതീക്ഷിക്കാം. വേണ്ടാകുമ്പോൾ ഗൈസ് ഒന്നും രക്ഷയില്ല. അത് ചെയ്യാൻ വൈകിപ്പോയി ഗൈസ്, അതാണ് മിസ്റ്റേക്ക് ചെയ്തു പോയത്.
ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ മൂവി അപ്ഡേറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ട്രീസറും ട്രെയിലറും സോങ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് റിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് അനേബിൾ ഇടുക ഗൈസ്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റിയാക്ഷൻ മൂവി വീഡിയോസ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് അടുത്ത വീഡിയോ കാണാം. ബിജിത്ത് സ്റ്റാൻഡിങ് ഔട്ട്.